ഭയങ്കര സന്തോഷം. എന്താ വെച്ചാൽ ഞാനിപ്പോൾ ആലോചിക്കുന്ന മഞ്ജുവിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് സല്ലാപം എന്നുള്ള സിനിമയുടെ ഷൂട്ടിംഗ് സ്ഥലത്ത് ഷൊർണൂര് ലോഹിദാസ് എന്നെ വിളിച്ച് പറഞ്ഞു പുതിയ കുട്ടിയാണ് അഭിനയിക്കുന്നത്. മഞ്ജു അന്ന് കലാതിലൊക്കെ ആയിരുന്നു. അന്ന് ഞാൻ കാണാൻ വന്ന മഞ്ജുവിനെ എൻ്റെ ഒരു രൂപമാണ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത്. അതിൽ നിന്ന് വലിയ വ്യത്യാസങ്ങളുണ്ടായിട്ടില്ല. അതിൽ നിന്ന് കാലം കുറേ മാറി. ലോഹിദാസിൻ്റെ ഒരു സങ്കല്പം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ കറക്റ്റായി. നമ്മളിപ്പോൾ എന്നും എപ്പോഴും എന്നുള്ള സിനിമയിലൂടെ എത്തി. മഞ്ജു അഭിനയം നിർത്തി പോകുമ്പോൾ വ്യക്തിപരമായിട്ട് എനിക്ക് വിഷമമുണ്ടായിരുന്നു. കാരണം വെച്ചാൽ അത് പക്ഷെ സ്വാഭാവികമായിട്ട് നമുക്ക് നമ്മുടെ ഓരോ ജീവിതങ്ങൾ അവരവരുടെ സ്വന്തമാണ്. പക്ഷെ ചില ക്യാരക്ടേഴ്സ് ചെയ്യാനായിട്ട് ഒരാൾ ഇല്ലാതാവുന്നല്ലോ എന്നുള്ള ഒരു സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ അതിനെ നേരത്തെ പറഞ്ഞ പോലെ കാലം അതിന് മരുന്നുകൊണ്ട് വേറെ ആളുകളെ കൊണ്ടുവരും. മഞ്ജു രണ്ടാമത് അഭിനയിക്കാൻ വന്നു കഴിഞ്ഞതിന് ശേഷം എനിക്ക് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഈ അഡ്വക്കേറ്റ് ദീപ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ രഞ്ജൻ പ്രമോദും ഒക്കെ കൂടിയിട്ടാണ് ഞാൻ ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാക്കിയ ഒരു കഥാപാത്രത്തിന് കിട്ടുകയും അത് മഞ്ജു ഞാൻ ആഗ്രഹിച്ചതിനേക്കാൾ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ നന്നായിട്ട് സ്ക്രീനിൽ പ്രസൻറ്റ് ചെയ്യുകയും ചെയ്തു. അത് നമുക്കങ്ങനെയാണല്ലോ ഒരു സംവിധായകൻ്റെ ഏറ്റവും വലിയ സന്തോഷം. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ മുകളിൽ ഒരു കഥാപാത്രമായിട്ട് ആ ആർട്ടിസ്റ്റ് നിറഞ്ഞാടുക എന്നുള്ളതാണ്. അത് മോഹൻലാലും മഞ്ജും ഈ സിനിമയിൽ പ്രത്യേകിച്ച് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ഗുണങ്ങളാണ്. മഞ്ജുവിന് അഡ്വക്കേറ്റ് ദീപയിൽ കണ്ട പ്രത്യേകത അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ദീപയോട് മഞ്ജു ഇഷ്ടപ്പെടാനുള്ള ആ ക്യാരക്ടറിന് ഇഷ്ടപ്പെടാനുള്ള എന്തെല്ലാം ഘടകങ്ങളാണുള്ളത്? സത്യനങ്ങളുടെ ഒരു സിനിമയുടെ ഭാഗമാവുക എന്നുള്ളതായിരുന്നു എൻ്റെ ഈ സിനിമയിലെ ഏറ്റവും വലിയൊരു സന്തോഷം. പറഞ്ഞ പോലെ പണ്ട് സത്യനങ്ങൾ എന്ന് ആദ്യമായിട്ട് ആ റെയിൽവേ പാളത്തിന്റെ അടുത്തുള്ള ഒരു വീട്ടിലാണ് നമ്മൾ കണ്ടതും മറ്റേ പുകയിലയും പരിപ്പൊടിയൊക്കെ കൊണ്ടു കൊടുക്കുന്ന സീനല്ലേ. അതെ. അപ്പം അതിനുശേഷം നമ്മൾ തൂവൽക്കൊട്ടാരവും ഇരട്ടക്കുട്ടികളുടെ അച്ഛനും ഒരുമിച്ച് വർക്ക് ചെയ്തു. അപ്പോൾ അതിന് ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും എന്താ പറയുക, ഞങ്ങളുടെ സിനിമകളിൽ അഭിനയിച്ചില്ലെങ്കിലും നമ്മൾ റെഗുലറായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോണ്ടാക്റ്റ് ഇല്ലായിരുന്നുവെങ്കിലും എൻ്റെ മനസ്സിൽ അന്നും ഇന്നും ഒക്കെ ഏറ്റവും പ്രിയപ്പെട്ട കുറച്ച് പേരിൽ ഒരു ആളാണ് സത്യനങ്ങൾ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അഭിനയിച്ച് തുടങ്ങിയപ്പോഴും അങ്ങളുടെ സിനിമയിൽ അത് ആദ്യത്തെ സിനിമ ഹൗ ഓൾഡ് ആർ യു ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അങ്ങളുടെ സിനിമയിലൊരു ഭാഗമാവാൻ പറ്റുക എന്നുള്ളത് വിളിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അതിൻ്റേതായിട്ടുള്ളൊരു കുറച്ച് സമയം നമുക്ക് എടുക്കേണ്ടി വന്നു. അതിന് അങ്കിൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിന് തൃപ്തികരമായിട്ടുള്ളൊരു കഥയും സാഹചര്യങ്ങളൊക്കെ. അപ്പോൾ പിന്നീടാണ് ലാലേട്ടനും കൂടി ഉള്ളൊരു പ്രോജക്റ്റാണ് അങ്കിൾ ആലോചിക്കണതെന്ന് കേട്ടപ്പോൾ എനിക്ക് എന്താ വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം പണ്ട് തൊട്ടേ നിങ്ങളുടെ രണ്ടുപേരുടെ ഒരു കോമ്പിനേഷൻ മലയാള സിനിമയിൽ എന്നും ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടതും എല്ലാവരും ഇഷ്ടപ്പെട്ടതുമായിട്ടുള്ളൊരു കോമ്പിനേഷനായിരുന്നു. അപ്പോൾ അതിൽ ഞാനും ഒരു ഭാഗമാണ്. അതെനിക്ക് ആ ഭാഗ്യം എനിക്ക് പണ്ടുണ്ടായിട്ടില്ല. അങ്കിളുടെ കൂടെയും ലാലേട്ടൻ്റെ കൂടെയും വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരുമിച്ചുള്ള ആ ഒരു കോമ്പിനേഷൻ, അപ്പോൾ ആ ഒരു കോമ്പിനേഷനിൽ ഞാനും ഒരു ഭാഗമാവണു എന്നുള്ളതും പിന്നെ സത്യനങ്ങളുടെ സിനിമയിൽ വീണ്ടും അഭിനയിക്കാൻ സാധിക്കണമെന്നുള്ളതും എന്നെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമായിരുന്നു. അത് പറഞ്ഞ് വെറുതെ വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതിലൊരു പ്രധാനപ്പെട്ടൊരു കാര്യം, അങ്ങളുടെ സിനിമകളിലെ സ്ത്രീ കഥാപാത്രങ്ങൾ എപ്പോഴും ഞാൻ ഭയങ്കര ഇഷ്ടത്തോടെ കണ്ടിട്ടുണ്ട്. അതിൽ അങ്കിൾ അത് പോർട്രേ ചെയ്യുന്നത് അത് ചിലപ്പോൾ അങ്കിളുടെ മനസ്സിലൊരു സ്ത്രീയോടുള്ള ഒരു ബഹുമാനവും അങ്കിളുടെ ജീവിതത്തിൽ അങ്കിൾ കാത്തു സൂക്ഷിക്കുന്ന ഒരു ബഹുമാനമായിരിക്കും. ഒരു സ്ത്രീയെ എങ്ങനെ ഒരു ഭയങ്കര റെസ്പെക്റ്റ്ഫുള്ളായിട്ട് ഭയങ്കര നല്ല രീതിയിൽ ഒരു സ്ത്രീയെ വരച്ച് കാണിക്കുന്ന സിനിമകളാണ് അങ്കിളുടെ എല്ലാം. എനിക്ക് എപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട്. എനിക്ക് വ്യക്തിപരമായിട്ട് വിഷമം തോന്നിയ ചില കമൻറ്റുകളുണ്ടായി അടുത്ത കാലത്ത്. സിനിമ റിലീസ് ചെയ്തതിനു ശേഷം സിനിമ സൂപ്പർ ഹിറ്റായി ഓടുന്നു, ആളുകൾ ധാരാളം ഫാമിലികൾ ധാരാളം കണ്ട് വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ അവിടെ നിന്ന് പറഞ്ഞതൊക്കെ ചിലർ മാത്രം പറഞ്ഞു എൻ്റെ അടുത്ത്. മഞ്ജു ചില പറഞ്ഞിട്ടുണ്ടാവില്ല. മഞ്ജുവിൻ്റെ കഥാപാത്രം പറയുന്ന വാചകങ്ങൾ പലപ്പോഴും മഞ്ജുവിൻ്റെ വ്യക്തി ജീവിതമായിട്ട് ബന്ധപ്പെട്ടതാണ്. അങ്ങനെ തോന്നിയാൽ എന്താണ്? എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. കാരണം ഒരു സിനിമ പറയുന്ന ഒരു കഥയാണ്. ഈ കഥ കിട്ടാൻ വേണ്ടി നമ്മളൊരു കൊല്ലത്തോളം ഞാനും രഞ്ജൻ പ്രമോദും കൂടി കാത്തിരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മഞ്ജുവിന്റെ വ്യക്തിപരമായ ഒരു കഥ എടുക്കുകയായിരുന്നെങ്കിൽ എനിക്ക് ആദ്യം തന്നെ ആ കഥയിലേക്ക് പോയാൽ മതിയായിരുന്നു. അതെനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു ആൾക്കാരുടെ മനസ്സിലുള്ള സങ്കല്പങ്ങളായിരിക്കും. അപ്പോൾ മഞ്ജുവിന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായി കാണണം എന്നുള്ള സങ്കല്പങ്ങള്. ഈ കഥയിലെ ഒരു സംഭവങ്ങളും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്നുള്ളതാണ് ശരിക്കുള്ള സത്യം. അത് നമുക്കറിയാം. പക്ഷെ അത് ചുമ്മാ സങ്കല്പിച്ചിങ്ങനെ അങ്ങനെ ബന്ധമുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു സീൻ ഇതിൽ ചേർത്തത് എന്നുള്ളത് അത് വളരെ ബാലിശമായിട്ടുള്ള ഒരു ഒബ്സർവേഷൻസ് ആയിട്ട് എനിക്ക് തോന്നി. ആദ്യം നമ്മളെ വിഷമിപ്പിച്ചു. കാരണം വെച്ചാല്
എന്താ അങ്ങനെ തോന്നാൻ കാരണം അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ. അപ്പോൾ ഇപ്പൊ പക്ഷെ ആളുകൾക്ക് മനസ്സിലായി തുടങ്ങി ഇത് കഥയാണ് അല്ലെങ്കിൽ ഇത് കഥാപാത്രമാണ്. ആ കഥാപാത്രത്തിന് വ്യക്തിപരമായിട്ട് വ്യക്തി ജീവിതമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്നാൽ ഞാൻ പറഞ്ഞില്ല, വേറൊരു ആർട്ടിസ്റ്റാണ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ അത് പറയില്ലായിരുന്നു. മഞ്ജുവിൻ്റെ ഒരു എനിക്കിഷ്ടമുള്ള പ്ലസ് പോയിന്റ്സ് ഒക്കെ മാക്സിമം ഞാൻ ചേർക്കാൻ ശ്രമിക്കും. കാരണം മഞ്ജുവിൻ്റെ ഒരു കുസൃതി, മഞ്ജുവിൻ്റെ ജീവിതത്തിനോട് കാണുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, അതോടൊപ്പം തന്നെ ക്ലാസിക്കൽ ഡാൻസ്. കാര്യം ശോഭന വളരെ നല്ല നർത്തകിയാണ്, പലരും അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഇവർക്ക് ക്ലാസിക്കൽ ഡാൻസ് ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ സാധിച്ചാൽ അതിന് ഒരു ഓഡിയൻസ് ഉണ്ട് ഇവിടെ. ഇപ്പോൾ നമ്മൾ തൂവൽ കൊട്ടാരത്തിൽ മഞ്ജുവും സുകന്യയും കൂടി ചെയ്യുന്ന നൃത്തം ചെയ്തിരുന്നു. ഞാൻ എൻ്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്നുള്ള സിനിമയിൽ ഭാനുപ്രിയും ലക്ഷ്മി ഗോപാലസ്വാമിയും ഡാൻസ് ചെയ്യുന്നു. ഇന്നത്തെ മലയാള സിനിമയിൽ പലപ്പോഴും അത്തരം രംഗങ്ങൾ കാണാനില്ല. ഈ സിനിമ കണ്ടിട്ട് ഇതിലെ മഞ്ജുവിൻ്റെ ക്ലാസിക്കൽ ഡാൻസ് കണ്ടിട്ട് എൻ്റെ അടുത്ത് പല വീട്ടമ്മമാരും പറഞ്ഞതാണ്, ഒരു ക്ലാസിക്കൽ ഡാൻസ് അതും മഞ്ജുവിൻ്റെ, അത് കണ്ടിട്ട് എത്ര നാളായി. ഞാൻ ഈ ശരിക്കും പറഞ്ഞാൽ ഈ വിഷു വരയ്ക്കും അത് യൂട്യൂബിലോ അല്ലെങ്കിൽ മറ്റ് മാധ്യമങ്ങളിലോ കൊടുത്തിട്ടില്ല. കൊടുക്കാതിരുന്നത് തിയേറ്ററിൽ കാണുമ്പോൾ ആളുകൾക്ക് ആ ഒരു ഫ്രഷ്നെസ് നഷ്ടപ്പെടാതിരിക്കണം. എല്ലാ അർത്ഥത്തിലും ദീപ മഞ്ജുവിന് മാത്രം ചേരുന്ന വിധത്തിൽ ആയി മാറിയെന്നുള്ളതാണ്. ഒപ്പം തന്നെ മോഹൻലാൽ എന്ന് പറയുന്ന അതുല്യനായ നടൻ. മഞ്ജു ലാല് പല സീനും അഭിനയിക്കുമ്പോൾ മഞ്ജു വന്ന് നിന്ന് കാണുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ മഞ്ജുവിൻ്റെ അടുത്ത് ചോദിച്ചു എന്തുകൊണ്ടാണ് മഞ്ജു. അപ്പോൾ മഞ്ജുവിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ലാലേട്ടൻ്റെ കൂടെ അഭിനയിച്ച മറ്റു 2 സിനിമകളും ഇതുപോലെ ആയിരുന്നില്ല. ആറാം തമ്പുരാനും കന്മതവും പിന്നെ സമരൻ ബത്ലഹേമിൽ ഒരു സീനും മറ്റു ചെയ്തിട്ടുള്ളൂ. അതിൽ ഇതിലുവരെ ചെയ്തതിലൊക്കെ ലാലേട്ടൻ ആ സമയത്ത് ഒരു വീരപരിവേഷമുള്ള ഒരു ഹീറോയിസം അങ്ങനെ കാണിക്കുന്ന ഒരു ലാലേട്ടൻ്റെ കോമഡിയൊക്കെയാണ് നമ്മളിങ്ങനെ കൊതിയോടെ കാണുന്നത്. അപ്പോൾ ലാലേട്ടൻ കോമഡി പെർഫോം ചെയ്യണത് ഞാൻ നേരിട്ട് എൻ്റെ കണ്ണുകൊണ്ട് കാണാനുള്ളൊരു അത്യാഗ്രഹം കൊണ്ടാണ് ഞാൻ ഓരോ സീൻ എടുക്കുമ്പോഴും ക്യാമറയുടെ പിന്നിൽ വന്ന് നിന്നിങ്ങനെ ഷോട്ട് എടുക്കുമ്പോഴൊക്കെ വന്ന് നോക്കി നിന്നിരുന്നത്. അപ്പോൾ അത് ഒരു സീൻ ചെയ്യുമ്പോഴും ഇതിലാണെങ്കിൽ അത് സ്പോട്ടിൽ ഇംപ്രൂവൈസ് ചെയ്യുന്നതും, അപ്പോൾ എത്ര ഒരു അനായാസതയോട് കൂടിയിട്ടാണ് ലാലേട്ടൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച സിനിമകളിൽ ലാലേട്ടൻ ചെയ്തതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് വിനീതൻ പിള്ള എന്ന് പറയുന്ന കഥാപാത്രം. എനിക്ക് തോന്നുന്ന ആളുകളൊക്കെ ഇങ്ങനെയാണ് ലാലേട്ടനെ കാണാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒരു മാജിക് നമ്മളിങ്ങനെ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ ആ ഒരു ഭയങ്കര ഒരു അനുഭവമായിരുന്നു. ഈ സിനിമയില് ഗാന്ധിനഗറിനെ ഓർമ്മിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെ ഒരു സീൻ കൊടുത്തു. ആദ്യത്തെ ടീച്ചർ ഹൈക്കും ഇത് ഞാൻ പഠിച്ചതാണല്ലോ. അവിടെ അത് ശരിക്കും പറഞ്ഞാൽ വിനീതൻ പിള്ളയിലേക്ക് അത് സേതു എന്ന് പറയുന്ന ആ കഥാപാത്രത്തിന്റെ ഒരു അംശം കലർന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഓഡിയൻസ് തിയേറ്ററിൽ അത് ഭയങ്കരമായിട്ട് കയ്യടിയോടുകൂടി സ്വീകരിക്കുന്നത് കണ്ടു. അപ്പം അങ്ങനെ കുറെ ഈ കോമ്പിനേഷൻ. കഴിഞ്ഞ ദിവസം ഞാനത് ടിവിയിൽ കാണുകയും ചെയ്തു. അപ്പൊ അതിലുണ്ട് ഇതേ ഡയലോഗ്.